കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. കോപ്പറേറ്റീവ് ലോ, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 എന്ന ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള MCQ ക്വസ്റ്റ്യൻ സീരീസുകൾ ഈ വീഡിയോ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. 1969 ആക്ടിൻ്റെ ബേസിക്കായ ഇൻട്രൊഡക്ഷൻ പോയിന്റുകളാണ്, ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. 1969 ആക്ട്, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ക്വസ്റ്റ്യനുകളും ആ ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ചെയ്ത വിശദീകരണവും, അതിൽ നിന്ന് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് ഇൻ KCS കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് ഈസ്. ഇവിടെ ശരിയായ ആൻസർ 201 എന്ന B ഓപ്ഷനാണ്, എല്ലാവർക്കും അറിയേണ്ടതാണ്. ഏതൊരു ആക്ടിൻ്റെയും ഭാഗമാണ് സെക്ഷൻസും റൂളുകളും. 1969 ആക്ടിനും ഉണ്ട് സെക്ഷൻസും റൂളുകളും. ഏത് ലോ എടുത്തു നോക്കുകയാണെങ്കിലും, കമ്പനി ലോ, എങ്ങനെ എന്ത് ലോ പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സെക്ഷൻസും റൂളുകളും കാണാം. എന്താണ് ഈ സെക്ഷൻ റൂൾ എന്ന വ്യത്യാസം നോക്കാം. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഒരു ആക്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക്കായ ലോ ടേമുകളായ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആക്ടിലെ ഒരു സെറ്റ് ഓഫ് ലോസിനെയാണ് സെക്ഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലീഗൽ കോഡ്, ഒരു പർട്ടിക്കുലർ ലീഗൽ റിക്വയർമെൻറ്റിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന സെറ്റ് ഓഫ് ലോസ് ആണ് സെക്ഷൻ എന്ന് പറയുമെങ്കിൽ റൂൾസ് യഥാർത്ഥത്തിൽ സബ്സിഡിയറി എനാക്ട്മെൻ്റ് ആണ്. അതായത് ഒരു സെക്കൻഡറി നേച്ചറാണ് റൂൾസിനുള്ളത്. സ്വന്തമായിട്ട് ഒരു എക്സിസ്റ്റൻസിന് റൂൾസിനില്ല. സെക്ഷനെ ചാരിയിട്ടാണ് റൂൾസ് നിലനിൽക്കുള്ളൂ. ഒരു പർട്ടിക്കുലർ ആക്ട് എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിർമ്മിച്ചത് തുടങ്ങിയതിനൊക്കെയുള്ള വിവരണമാണ് റൂൾസ് നൽകാറുള്ളത്. അതായത് ആക്ട് നൽകാത്ത വിവരങ്ങൾ റൂൾസ് നൽകുന്നു. ഇപ്പോൾ വേറൊരു ടേമാണ് ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ ലോ പാസ്ഡ് ബൈ ലെജിസ്ലേറ്റർ, അതല്ലെങ്കിൽ ഇതിനെ സ്റ്റാറ്റ്യൂട്ട് എന്നും അറിയപ്പെടാം. ഇതിൻ്റെ മാറ്റങ്ങൾ അമെൻമെൻറ്റിലൂടെയാണ് മാറ്റം വരുത്താറ്. ആക്ടിൻ്റെ മാറ്റങ്ങളെ അമെൻമെൻറ്റ് എന്നും പറയാറുണ്ട്. ഒരു ലോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെക്ഷൻ, റൂൾസ്, ആക്ട് തുടങ്ങിയ ലീഗൽ ടേമുകൾ എന്ത് എന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. KCS റൂൾസ് കം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇവിടെ യഥാർത്ഥ ആൻസർ ഫസ്റ്റ് A ഓപ്ഷനായ 14th July 1969 എന്നാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ആക്ട് എന്നാണ് നിലവിൽ വന്നത്, അതേപോലെ റൂൾസ്, ഇവിടെ ചോദിച്ചപ്പോൾ റൂൾസ് എന്ന് മുതലാണ് എൻഫോഴ്സ് ചെയ്തത്. 15th May 1916 ആണ് ആക്ട് നിലവിൽ വരുന്നത്. KCS ആക്ട് നിലവിൽ വരുന്നത് 15th May 1916. ഇവിടെ റൂള് കം ഇൻ ടു ഫോഴ്സ് 14th July 1969. ആ ഡേറ്റ് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ആക്ട് 15th May വരുന്നു, July 14th റൂൾസുകൾ വരുന്നു, റൂൾസുകൾ പ്രാബല്യത്തിലാവുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ദി കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു സൈൻ ദി ഡോക്യുമെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് or in the name of the society is. Right answer B option, secretary. ഒരു സൊസൈറ്റിയുടെ
ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അതല്ലെങ്കിൽ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ്, അതുമല്ലെങ്കിൽ ഹെഡ് ഓഫ് ഒഫീഷ്യൽ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി എന്നറിയപ്പെടുന്നത് സെക്രട്ടറിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ഇൻ KCS ആക്ട്. ഇവിടെ ശരിയായ ആൻസർ സി ഓപ്ഷനായ 110 110 സെക്ഷനുകളാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ലോസ്, ഡിസ്റ്റിങ്ക്റ്റ് നമ്പറായിട്ട് ഒരുപാട് വ്യത്യസ്ത നമ്പറുകൾ ക്ലാസിഫൈ ചെയ്തിട്ട് സീരീസ് ആയിട്ട് പറയുന്ന സെറ്റ് ഓഫ് ലോസ് ആണ് ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന സെറ്റ് ഓഫ് ലോസിനെയാണ് സെക്ഷൻ എന്ന് പറയുക. 110 സെക്ഷനുകളാണ് KCS 1969 ആക്ടിനുള്ളത്. ദി ഫൈനൽ അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡി ഓപ്ഷൻ ജനറൽ ബോഡി. ഫൈനൽ അതല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിക്കാണ് ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനും ആനുവൽ റിപ്പോർട്ട്സ് പാസ്സാക്കാനും അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ട് പാസ്സാക്കാനും ബഡ്ജറ്റ് റിപ്പോർട്ടുകൾ ഇവയെല്ലാം പാസ്സാക്കാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട് ഈസ്. 3 ഷെഡ്യൂളുകളാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഉള്ളത്. 3 ഷെഡ്യൂളുകൾ. ദി ഓഡിറ്റ് ഫീ ഈസ് ഡിസൈഡഡ് ബൈ സി ഓപ്ഷനാണ് DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റ് ഫീ ഡിസൈഡ് ചെയ്യുന്നത്. ദി ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ഓപ്ഷൻ RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഒഫീഷ്യൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും അറിയപ്പെടും. IAS, ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാറായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രാറായിട്ട് വരേണ്ടത്. ദി ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഈസ് DCA, ഡി ഓപ്ഷനായ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അത് തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറായിട്ട് ജോയിൻറ്റ് ഡയറക്ടറും താലൂക്ക് ലെവൽ ഓഫീസറായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറും ആണ് ഒഫീഷ്യൽസിൻ്റെ പേര്. അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് dash members from different families. The right answer 25 members from different families എന്ന D ഓപ്ഷൻ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.